നീ വാ. ഈ വീഡിയോ കാണുന്നത് ശരി, പക്ഷേ മച്ചാന്മാരെ കെട്ടിയോളെ കൊണ്ടൊന്ന് ഇവിടെ ഒന്ന് വന്ന് കളയല്ലേ കേട്ടോ. വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ പറയണത് കെട്ടിയോളമാർ ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും, നല്ല ലാഭത്തിൽ കിട്ടുമെന്ന്. അപ്പോൾ എല്ലാവരും ഇവിടെ സാധനങ്ങൾ നമുക്ക് വാങ്ങിയിട്ട് വീട്ടിൽ പോവാം. വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ വെറും എംപ്റ്റി ബോക്സുമായിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടും. അത് ഡ്രസ്സ് ആകട്ടെ, ബാഗ്സ് ആകട്ടെ, ചോക്ലേറ്റ്സ് ആകട്ടെ, എന്ത് തരത്തിലുള്ള സാധനവും കിട്ടും. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബാങ്കോങ്ങിലെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഡ്രോണൊക്കെ വാങ്ങാൻ നല്ല വില കുറവാകാൻ ചാൻസ് ഉണ്ട്. ചോക്ക് നോക്കിയാൽ ഫുൾ ഡ്രോൺ കാര്യങ്ങളാണ് പിന്നെ. പക്ഷേ സൂപ്പർ അല്ലേ, ഷീറ്റ് വരയ്ക്കുക. പക്ഷേ ഞാൻ റോൾ ചെയ്യാൻ പറ്റിയ കീബോർഡാണ്. ഇവിടെ കീടിലെ സംഭവങ്ങൾ വില കുറവ്, പക്ഷേ ഒരുപാട് ഷോപ്സ് അടുത്തടുത്ത് നമുക്ക് ഫുൾ കൺഫ്യൂസ് ആവണം. ടോയ്സ്, ഡ്രസ്സ്, ചോക്ലേറ്റ്സ്, വാച്ച്, അങ്ങനെ പല പരിപാടികളും ഇവിടെ കിട്ടും. അത് രാത്രി 1 മണിക്ക് നമ്മൾ എവിടെ 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 ചൈന ടൗൺ ഞാൻ നടക്കുമ്പോൾ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ മണമൊക്കെ വരും. അങ്ങനെ മണപ്പിച്ച് കിടക്കുക. സോ ഇതാണ് 1000 നോട്ട്, 1000 തായ് ബാത്ത്. കണ്ടില്ലേ? ഇവിടെ വന്ന ഫിഷിൻ്റെ സാധനങ്ങൾ കണ്ട, ഒക്ടാഗസ് ഉണ്ട്, വലിയ കണവയുണ്ട്, കുറേ സംഭവമുണ്ട്. കൊഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അങ്ങനെ നിൽക്കും, ഒട്ടും മസാലയില്ല. കാന്താരി ചേട്ടൻ എരിവ് എന്ന് വെച്ചാലേ ട്രൈ ചെയ്ത് നോക്ക്. എരി കിടന്ന് കറങ്ങുന്നുണ്ടാ? എക്സ്ക്യൂസ് മീ ബ്രോ, ഒരു മാജിക് കിടക്കും കേട്ടോ. ഐസായി അത് വെള്ളം പോരെ നോക്കി എടുത്ത് അടി തട്ടിയ പൈസായി. കഴിച്ചോട്ടെ, ഇതാണ് കഴിക്കണം. സൂപ്പർ. അതുകൊണ്ട് അതിൻ്റെ തല ഏതാണ്? എന്താ തല ഏതാണ്? ഓടെ എന്തുണ്ട് നോക്കോ. ഫ്രൂട്ട്സാ? രണ്ടാമത് ഷോപ്പിങ്ങിനുള്ള സമയം കണ്ടെത്തി ലാസ്റ്റ് മിനിറ്റിൽ പർച്ചേസ് ചെയ്യാൻ നിൽക്കാതെ ഒരു ഡേ ഫുള്ള് ഷോപ്പിങ്ങിനെ മാറ്റി വയ്ക്കുക. സൂപ്പറായി. ഹലോ, അങ്ങനെ നമ്മൾ ബാങ്കോങ്ങിലെ ഹോട്ടൽ റൂമിലെത്തി. അതെ, എവിടെന്ന് പറയൂ? നമ്മള് പട്ടായ ചേച്ചിയുടെ കിളിയൊക്കെ പോയി നിൽക്കുകയാണ്. ചേച്ചിയുടെ കിളിയൊക്കെ നമ്മൾ പട്ടായെന്ന് ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നിറങ്ങിയ ബാങ്കോക്ക് എയർപോർട്ടിലാണ്. നമ്മൾ അവിടെ നിന്ന് പട്ടായ പോയി അവിടെ 3 ദിവസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇന്ന് രാവിലെ നേരെ എവിടെ എത്തി? സഫാരി വേൾഡ് ബാങ്കോക്കിലാണ്. അവിടെ എത്തി. അപ്പം അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തത് ഇവിടെ ബാങ്കോക്കിലെ പുതിയ റൂം ഇതാണ്. ഞാൻ പട്ടായം ചെക്കൗട്ട് ചെയ്തായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പൊ നമ്മൾ വന്നിങ്ങനെ പേര് ഡി ഹോട്ടൽ. ഓക്കെ, ഡി ഹോട്ടൽ ബാങ്കോക്ക് ഏകദേശം സെന്റർ ആണ്. ഡി ഹോട്ടലിലാണ്. ഇതും 4 സ്റ്റാർ അല്ല, 3 സ്റ്റാറാണ്. 3 സ്റ്റാർ. നമ്മൾ ഇന്ന് രാത്രി കുറച്ച് നേരം ഉള്ളൂ, നാളെ നമ്മൾ തിരികെയില്ല. അപ്പൊ നമുക്ക് എന്തിനാ 4 സ്റ്റാർ? ആ കോസ്റ്റ് കട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അടി വല്ലോ പരിപാടി ആക്കാം. മനസ്സിലായില്ലേ അല്ലേ? സോ നമുക്കൊന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ബാക്കി പരിപാടികൾ കണ്ടേ. അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ നിന്ന് പട്ടായ എത്തി റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയണേ തായ്ലാൻഡ് വന്നാൽ എവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യാം. അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ ബാങ്കോക്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇന്ന് എവിടെ വന്നിരിക്കണേ? കാരണം ഒത്തിരി സ്ട്രീറ്റ്സ് ഉണ്ട്, ഒത്തിരി ഷോപ്പിംഗ് മാൾസും ഉണ്ട്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് പ്ലാറ്റിനം ഫാഷൻ മാളിൽ കയറി വരുമ്പോൾ തന്നെ ഇവിടെ മൊബൈൽ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോംപ്ലക്സിന്റെ ഫ്രണ്ട് സ്ട്രീറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ നമ്മുടെ കരിക്കുണ്ട്. ഇവിടെ വരുമ്പം ജ്യൂസ് കാര്യങ്ങൾ, സ്മൂത്തി,
അങ്ങനെ കുറേ സംഭവമുണ്ട്. നിങ്ങൾക്ക് ഏതാണ് അത് മാങ്ങയൊക്കെ നോക്കിയാൽ കട്ട് ചെയ്ത് ഫ്രഷാണ് സാധനം, ഫ്രഷ്. അതെ, ഈ നല്ല ക്യൂട്ട് നല്ല രസമുള്ള ബാഗുണ്ട്. നമ്മൾ ഇച്ചിരി വിശപ്പുണ്ടുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നമ്മളൊരു ചിക്കൻ ഓണിയൻ, ഈ സംഭവം ചിക്കൻ ഓണിയൻ പൊട്ടറ്റോ ഈ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പം ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിങ്ങനെ നേരെ എണ്ണയിലിടും. എണ്ണയിലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് ഫ്രഷായിട്ട് കോരി തരും. സോ ഒടുക്കത്തെ വിശപ്പായിട്ട് നമ്മളെ ഷോപ്പിംഗ് മുമ്പേ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ കണ്ടില്ലേ, കടകളൊക്കെ കണ്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സമൂസ വാങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ സമൂസ വാങ്ങണൊക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. പിന്നെ അവരെന്തൊക്കെ സോസ് തന്നിട്ടുണ്ട്, ടൊമാറ്റോ സോസ് തന്നിട്ടുണ്ട്, പിന്നെ കാന്താരി മുളക് സോസാണെന്ന് തോന്നുന്നത്. കാന്താരി മുളക് സോസാണ്. അതെ, അടിപൊളി. നോക്കി, ഇതിലിപ്പോൾ ഒരു മാജിക് കിടക്കും. അതുകൊണ്ട് ഐസായി. അത് വെള്ളം പോരെ നോക്കും. നോക്കി, എടുത്ത് അടി തട്ടിയ പൈസായി. നിങ്ങൾ കണ്ടോ, ഇതിൽ നിന്ന് എടുത്തപ്പോൾ വെള്ളം പോലെ ഇരുന്നു, കമത്തി തട്ടിയപ്പോൾ ഐസായി മാറിയത്. സൂപ്പർ അല്ലേ? എനിക്ക് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം. പാക്കിങ് സൂപ്പറാണ്. ബബിൾ കം, ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ ഫ്ലേവർ ബബിൾ കം എങ്ങനെ ആയിരിക്കും അതേപോലെ. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ കയ്യിൽ ക്യാഷ് കുറവാണെങ്കിൽ ഇതാ മണി എക്സ്ചേഞ്ചിൻ്റെ സംഭവം ഉണ്ട്. നമ്മൾ ഇന്ത്യൻ മണി ഇവിടെ ക്യാഷ് എക്സ്ചേഞ്ച്, പക്ഷേ ATM വഴി എടുക്കാം. ഇത് കണ്ടില്ല, ATM വഴി എടുക്കാൻ പറ്റും. ഇച്ചിരി നഷ്ടമാണ്. നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേണമാണ് ഏറ്റവും ലാഭം. തിരക്കുണ്ടില്ലേ, ഫുഡ് കഴിക്കാനുള്ള തിരക്കുണ്ടില്ലേ. ഇതേപോലെ എത്ര സ്ഥലം ഉണ്ടെന്നറിയോ തായ്ലാൻഡിൽ. ലേഡീസ് സ്പെഷ്യലായിട്ട് നിങ്ങളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഷോപ്സ് കാണുമ്പോഴത്തേക്കും ഓടിപ്പോയി വാങ്ങും. അങ്ങനെ വാങ്ങാൻ നിൽക്കരുത്. കാരണം അവിടെ ഒത്തിരി സ്ട്രീറ്റ്സ് ഉണ്ട്. എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. കാഷ്യൂസ് ആകും. പക്ഷെ ഒരു പാക്കറ്റ് 400 രൂപത്തോ ഭയങ്കര കൂടുതലല്ലേ? സാമ്പിൾ ഓക്കെ. സാമ്പിൾ കിട്ടും. സാധനം അടിപൊളിയാണ്. റേറ്റ് ഭയങ്കര കൂടുതലാണോ? റേറ്റ് ഇച്ചിരി കൂടുതലാണ്. കാഷ്യൂ അല്ലേ? അത് മേടിച്ചോ. ബാക്കി നമുക്ക് പെട്ടെന്ന് അവിടെയൊക്കെ പോയി നോക്കിയിട്ട് വരാം. സോ നമുക്കിവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതെ, ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് സ്ട്രീറ്റൊക്കെ അടുത്ത് ഒരുപാട് സ്ട്രീറ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നോക്കിയിട്ടില്ല ഇങ്ങോട്ട് വരാം. ചാടി വീട് വാങ്ങിക്കരുത്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനം ബാർഗെയിൻ ചെയ്യാം. ഇത് ഡ്രൈ ഫ്രൂട്ട്സ്, ക്യാൻഡി അങ്ങനെ സംഭവമാണ്. ഇത് വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്കയുടെ ഡ്രൈ വരെ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കിയേ. സൂപ്പറാ. വെണ്ടയ്ക്ക എത്ര നോക്കിയേ. വെണ്ടയ്ക്കൊക്കെ ട്രൈ ചെയ്തേ. പാവയ്ക്ക കണ്ട. നമ്മൾ ഈ കൊഞ്ചുണ്ടല്ലോ, കൊഞ്ചിന്റെ ഫ്രൈ ആ പറഞ്ഞിരിക്കണേ. ഇതവിടെ എടുത്ത് ഫ്രൈ ചെയ്ത് വരും, മസാല ഒക്കെ ഇട്ട് വെച്ചിരിക്കുക. ഒക്ടാക്കസ് ഉണ്ട്. അത് ഒറ്റയ്ക്ക് വാങ്ങി ഗായത്രി ഫിഷ് കഴിക്കില്ല. അല്ലെങ്കിൽ ഒക്ടാക്കസ് വാങ്ങുന്നത് അത് 200 ബാത്ത് ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇത് ചിപ്പിയൊക്കെ അവർ കുക്ക് ചെയ്ത് അടിപൊളിയാക്കി തരും. ഇവനെ കണ്ടില്ലേ, കപ്പൂങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ താങ്ക് യു എന്നാണ്. ഇത് കണ്ടില്ലേ, കൊഞ്ച് ഫ്രൈ. മണമൊക്കെ സൂപ്പറാണ്. പക്ഷേ മസാല ഭയങ്കരമായിട്ടൊന്നും ആയിട്ടില്ല. മസാല ഒന്നും ഇല്ല ഭയങ്കരമായിട്ട്. അപ്പോൾ കൊഞ്ച് നമുക്ക് ട്രൈ ചെയ്യാം. കൊഞ്ചിൻ്റെ കൂടെ കുറച്ച് ലീഫും കുറച്ച് സോസും തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ ഗുണം എന്തോന്ന് അറിയോ, ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യില്ല ഇവർ. തുറട കാന്താരി ചട്നിയാണ് ഇവിടെ എല്ലാത്തിനും ഉള്ളത്. കഴിച്ചോ നോക്കിയാൽ സൂപ്പറാ. കൊഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അങ്ങനെ നിൽക്കും. ഒട്ടും മസാലയില്ല. സൂപ്പർ. സംസാരിക്കാൻ പറ്റില്ല, ടേസ്റ്റ് ഉണ്ട്. കാന്താരി ചട്നി എരിവ് എന്ന് വെച്ചാലേ എന്നാ ട്രൈ ചെയ്തോക്ക്.
ഇതൊരു ലീഫിൽ വെച്ചിട്ട് കഴിച്ചാലാ. ഇവനെങ്ങനെ എടുക്കണോ അല്ല ലീഫിൽ ഇങ്ങനെ വയ്ക്കണോ. കൊള്ളൂല പച്ചക്കറി നമുക്ക് പണ്ടേ ശരിയാവൂല. നമ്മളെ ഇവിടെ കണ്ടല്ലോ, കയറി കണ്ടു, കുറേ കണ്ടു. ഇവിടുത്തെ വിലയൊക്കെ ഒരുവിധം ചോദിച്ചു. സോ എല്ലാം ഒന്നും വാങ്ങാനും പറ്റുന്നില്ല, ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുമുണ്ട്. സോ ഇതിനപ്പുറത്ത് വേറൊരു ഇതേപോലെ സ്ട്രീറ്റ് ഉണ്ട്, അത് തപ്പിപ്പോയി നോക്കാം. അതെ ഗായത്രി ഷോപ്പിംഗ് കണ്ടപ്പോൾ എന്നെ വിട്ടിട്ട് ഓടയാ. ഞാൻ ഓടി നടന്നൊക്കെ ഓടണം എൻ്റെ അമ്മേ. ഇതാ ഇവിടെയാണ് കുറച്ചുകൂടി കൂടുതൽ കേട്ടോ. നന്ദു ഷോപ്പിംഗ് ഇവിടെയാണ് സാധനം കൂടുതൽ. അതിൻ്റെ അകത്തൂടെ പോകാൻ പറ്റും ചോക്കു. ആ ഇതാണ് ഇവിടെ ഫേമസ് മാർക്കറ്റ്. സോ പല്ലടിയം വേൾഡ് ഷോപ്പിംഗ് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്താണ്. നമ്മളെല്ലാ മാപ്പ് ഡിസ്ക്രിപ്ഷനിലിടും അല്ലേ ഗോ. സോ നിങ്ങൾക്ക് വരുമ്പോൾ ഈസി ആയിട്ട് വരാൻ പറ്റും. ഇവിടെ ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ഒന്നുമില്ല, സ്ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഉണ്ടോ ക്വാളിറ്റി ഇല്ലേ? ആ അതാ ക്വാളിറ്റി ഉണ്ട്, മോഡൽസ് നല്ലതാണ്. ഇവിടെ ടോയ്സ് പരിപാടികളാണ്. ടോയ്സ് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ വണ്ടിയാണ്, ടുക്കു എന്ന് പറയും. ഭയങ്കര രസമാണ്, ഇത് ലൈറ്റാക്കി ഇട്ട് പോകണമാണ്, അടിപൊളിയാണ്. ചകു ഒരു ഭാര്യ ഷോപ്പിംഗ് ചെയ്യണു. ഇതാ കൊച്ചിത് കളിക്കണു. അവസ്ഥ ഹസ്ബൻഡ് ഭാര്യ ഇതേപോലത്തെ വെറുപ്പീര് പരിപാടി വേറെ ഇല്ല ഷോപ്പിംഗ് പോലത്തെ. ഒരാൾ അവസ്ഥയായിരിക്കും. സോ ഇത് ഇവിടെ വന്നാൽ കുറേ ബാഗ്സ് കാര്യങ്ങൾ നല്ല ഫാൻസി ബാഗ് ഉണ്ട്. നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ശരിക്കും എന്തൊക്കെ വാങ്ങിയാനേ നാട്ടിലേക്ക്. ഇവിടെ ഏതാ വള കാര്യങ്ങൾ, കമ്മൽ, മോതിരം, നല്ല നല്ല ബാഗ്സ് ഉണ്ട്. ബാഗ്സിൻ്റെ വില എന്നൊക്കെ പറയുന്നത് ഏകദേശം 100 ബാത്തൊക്കെയാണ് ഈ ബാഗ്സിന് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ 100 ബാത്ത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് ഒർത്താണോ നോക്കിയിട്ട് വാങ്ങുക. ഇതേപോലത്തെ ഒരു ബാഗൊക്കെ സൂപ്പർ ബാഗ്. തായ്ലാൻഡ് സിമ്പിൾ തന്നെ ആനയാണ്, അത് ആ സിമ്പിൾ ഉണ്ട്. ഇത് കിടില ലൈറ്റേഴ്സ് ഇവിടെ ഉണ്ട്. സോ ലൈറ്റർ കളക്ഷൻ ഉള്ളവർക്ക് ഇത് ഇവിടെ ഒന്ന് നല്ല ലൈറ്റേഴ്സ് വാങ്ങാം. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വില കൊടുക്കണം. ഇത് ഇവിടെ വന്നാൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, മാക്സിമം ചാത്താനായിരിക്കും. കാണാൻ നല്ല ലുക്കൊക്കെയാണ്. സോ ഫാൻസി ആയിട്ട് വാങ്ങി വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഇത് അടിപൊളിയാണ്, കാരണം നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ വീണ്ടും ചോക്ലേറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ നല്ല വിലയാണ്. എത്രത്തോളം ഉഴക്കുന്നുണ്ടോ നിങ്ങൾ നോക്കി വാങ്ങുക. പിന്നെ അതാ ചെരുപ്പ് 150 ഡ്രസ്സുകളുണ്ടല്ലേ. ഇത് വലിയ മാർക്കറ്റാണ്, ഇപ്പോൾ ഒന്നും വന്നാൽ തീരൂല. ഈ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ടീഷർട്ട്സ്, ആക്ച്വലി ഈ ടീഷർട്ട്സൊക്കെ നമ്മളെ നാട്ടിൽ നല്ല റേറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതിവിടെ ഇത് നെയിൽ ആർട്ട്, നെയിൽ പോളിഷ്, മേക്കപ്പ് ഐറ്റംസ് ആണ്. പക്ഷേ അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതെപ്പോഴും നിങ്ങൾ ബ്രാൻഡഡായിട്ട് എവിടെ നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത്. എന്തുവാ ചോക്കു ചുറ്റും ഡ്രസ്സാണല്ലോ, കൺഫ്യൂസ് ആവും. ഇവിടത്തേക്ക് ഒരു ദിവസം മാറ്റി വയ്ക്കുക കേട്ടോ നിങ്ങൾ വരുമ്പം. അല്ല നമ്മളെപ്പോലെ പിറ്റേ ദിവസം പോകാൻ നിൽക്കുകയാണെങ്കിൽ നടക്കൂല. പർച്ചേസ് ചെയ്യാൻ വരികയാണെങ്കിൽ ഫുള്ളി കൺഫ്യൂസ്ഡാണ്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ബാൻഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഫങ്കി ടൈപ്പ് ബാഗ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കളക്ഷൻ ഉണ്ട്, നോക്കിയെടുക്കണം. സോ ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു നോളജ് മാത്രമോ. തായ്ലാൻഡ് പ്ലാൻ ചെയ്യുമ്പോൾ ബാങ്കോക്ക് ബാങ്കോക്ക് സിറ്റി തന്നെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു 2-3 ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അതിലേറ്റവും മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ വരിക, നോക്കിയെടുക്കുക. ഓക്കെ, കാരണം നമ്മൾ ഇതൊക്കെ ഒരുപാട് ഗൂഗിൾ ചെയ്താണ് കണ്ടുപിടിച്ചത്. ഇതൊന്നും നമുക്ക് വീഡിയോ ഒന്നും കൂടുതൽ കിട്ടിയിട്ട് വരില്ല യൂട്യൂബിൽ എവിടെ എന്താണെന്നൊക്കെ. സോ നിങ്ങൾക്ക് ഇത് യൂസ് ആവട്ടെ. ഇതല്ലേ ടീഷർട്ട് 100 ബാത്താണ്, ബാങ്കോക്കിൻ്റെ ഡിസൈൻ ടീഷർട്ടൊക്കെ 100 ബാത്ത്. നോക്കിയേ, ഇവിടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇപ്പോൾ ബ്രാൻഡായിട്ട് വാങ്ങിക്കുക ഇല്ല, അത് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡുകളാണ്. മെയ്ബലിനൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അതൊന്ന് ചെക്ക് ചെയ്ത് തന്നെ വാങ്ങണം. അങ്ങനത്തെ ഇവിടെ ഇതൊക്കെ അടച്ചു പൂട്ടി നമ്മൾ വന്നത് ലേറ്റായി, നമുക്കൊന്ന് വാങ്ങാനും പറ്റിയില്ല. സോ നമുക്ക് നാളെ
ഇവിടെ ഒരു മാളുണ്ട്, നമ്മൾ ഇന്ന് വന്ന് പടച്ചില്ലേ, പ്ലാറ്റിനം മാൾ. അവിടെ രാവിലെ പറ്റുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ മാത്രം കാണാം. നമുക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം ഫ്ലൈറ്റ് ആണ്. ഇല്ല, ഉച്ചയ്ക്ക് സ്ഥലമുണ്ട്, ഉച്ചയ്ക്ക് സ്ഥലമാണ്, ഫ്ലൈറ്റ് കാണണം. സോ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട്, പക്ഷേ മാളിൽ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും, ഞാൻ എപ്പോഴും പറയാം. സോ ഞങ്ങൾ ചെയ്ത മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ വരിക, നേരത്തെ പ്ലാൻ ചെയ്ത് വരിക, എക്സ്ട്രാ കിലോമീറ്റർ എടുക്കുക, ഫ്ലൈറ്റ് കിലോമീറ്റർ എക്സ്ട്രാ വെയിറ്റ് എടുക്കുക ഫ്ലൈറ്റിൽ. അപ്പോൾ നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ല ലാഭമുണ്ട്, നല്ല ക്വാളിറ്റി സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ രാവിലെ മാളിൽ പറ്റുമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ടാം. ബൈ.